ഇനി ഞാൻ മാത്രമായിരിക്കണം. നിന്റെ ദൃഷ്ടിയിൽ മറ്റാരും പെടരുത്. നിന്റെ ലോകം ഞാൻ മാത്രമായിരിക്കണം. പെസഹ നാളിൽ യേശു തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം. അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് യേശു അരുൾ ചെയ്തു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയിൽ നിങ്ങളെല്ലാവരുമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിലും ഞാൻ മാത്രമായിരിക്കട്ടെ. മറ്റുള്ള ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കും, നിങ്ങളെ ദുഃഖിപ്പിക്കും, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാക്കും, നിങ്ങളെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ ഓർമ്മ നിങ്ങൾക്ക് ജീവൻ നൽകും, നിങ്ങൾക്ക് ശക്തി നൽകും. ഒപ്പമായി തീരാൻ അപ്പമായി തീർന്ന യേശുവിനോട് കൂടെ ആയിരുന്നുകൊണ്ട് പെസഹാവിരുന്നിൻ്റെ ഓർമ്മകളും പാദക്ഷാളന കർമ്മവും അനുസ്മരിച്ചുകൊണ്ട് ആത്മീയ മനുഷ്യരാകാം. ഈ പെസഹ തിരുനാളിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.